ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ഡൽഹിയിൽ നാരീശക്തി മാർച്ച്. വിവിധ ദേശീയ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ 10,000-കണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു. ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദു വംശഹത്യക്കെതിരായ പ്രതിഷേധം ഇസ്ലാമിക ഭീകരതയ്ക്കുള്ള ഭാരതത്തിന്റെ മുന്നറിയിപ്പായി. ഡൽഹി മണ്ഡി ഹൌസിൽ നിന്നും ജന്തർ മന്ദറിലേക്ക് നടന്ന നാരീശക്തി മാർച്ചിൽ 50,000-ലധികം സ്ത്രീകൾ പങ്കെടുത്തു. Having this silent protest, having black ribbons on the face saying Hindu voices are not heard, Hindu screams are not heard, minority screams are not heard. So number one, stop atrocities on Hindus and minorities in Bangladesh. Number two, Indian government should pressurize the Bangladeshi government to take notice and do the needful. Thirdly, all the culprits should be brought to justice and there should be equal rights for Hindus in Bangladesh. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കുക എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു മൗനജാഥ. സനാതനധർമ്മത്തിന്റെ പ്രതീകമായ കാവി പതാകയും ദേശീയ പതാകയും ഉയർത്തിയാണ് സ്ത്രീകൾ തെരുവിലിറങ്ങിയത്. भारत ने विश्व को वसुधैव कुटुंबकम का संदेश दिया, सर्वे भवन्तु सुखिनः का संदेश दिया है. उसी से कटकर जो एक देश बना, उसका क्या कारण रहा कि वहाँ पर जघन्यता और अपराध भाव और एक द्वेष भाव धर्म के नाम पर फैलाया जा रहा है, जो कि पूर्णतः गलत है. और निश्चित रूप से ये जो आज हो रहा है ये मार्च पूरे विश्व को संदेश देने के लिए है कि भारत की जो एक सनातन परंपरा है पूरे शांति की और विश्व को एक बंधुत्व भाव में देखने की, यहाँ कोई भेदभाव जहाँ नहीं किया जाता. വിവിധ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയിൽ നടന്ന പരിപാടിയെ ഏകോപിപ്പിച്ചത് നാരീശക്തി ഫോറമാണ്. അടുത്ത കാലത്തൊന്നും രാജ്യതലസ്ഥാനം ഇത്ര വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല. ബംഗ്ലാദേശിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്കൊപ്പം ഈ ഹിന്ദുരാഷ്ട്രം നിലയുറപ്പിക്കുന്നുവെന്ന സന്ദേശമാണ് നാരീശക്തി മാർച്ച് നൽകിയത്. ഡൽഹിയിൽ നിന്നും സഞ്ജയ് കൗശലിനൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.